ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡറിനെ കുറിച്ചാണ്. പലരും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് തൻ്റെ പങ്കാളിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ഈ സംശയം എന്ന് ചോദിച്ചാൽ യുക്തിരഹിതമായിട്ടുള്ള പല കാരണങ്ങളായിരിക്കും അവർക്ക് പറയാനുള്ളത്. അതായത് അവളിപ്പോൾ ഓഫീസിൽ പോകുന്നത് വളരെയധികം അണിഞ്ഞൊരുങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ അവനിപ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അതായത് തൻ്റേത് മാത്രമെന്ന് കരുതുന്ന ഒരാൾ ആ സ്നേഹം മറ്റാർക്കൊക്കെയോ പങ്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള അവ്യക്തമായിട്ടുള്ള ഒരു ചിന്തയാണിത്. ഇതിനെ ഡെലൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി എന്ന് പറയും. എന്തൊക്കെയാണ് ഈ സംശയരോഗത്തിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ജനിതകമായിട്ടും പാരമ്പര്യമായിട്ടൊക്കെ ഇത് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിൻ്റെ അളവ് ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ അകത്ത് ഒരു അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കാനിടയുണ്ട്. അതുപോലെ പലപ്പോഴും ഉണ്ടാവുന്ന ഈ ആർഗ്യുമെൻറ്റ്സ്, ഇതിൻ്റെ പേരിലുണ്ടാവുന്ന ഫൈറ്റൊക്കെ അതിൽ ഒരുപാട് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സംശയരോഗിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും അവരവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഓഫീസിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, വളരെ മാന്യന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിംഗ് സർവീസ് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം.